പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഈവൻറ്റിൽ നടന്ന സംഭവ വികാസങ്ങൾ, റസൽമേനിയയിലെ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ എൻഡിങ് ഏത് തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് റോക്കിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. പിന്നീട് ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി റോമൻ റെയിൻസും വരുന്നുണ്ട്. അപ്പോൾ റോക്കിൻ്റെയും റോമൻ റെയിൻസിൻ്റെ സെഗ്മെൻറ്റ് പതിവ് പോലെ കോഡി റോഡ്സിൻ്റെയും ആ ബ്ലഡ് ലൈൻ്റെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ളതായിരുന്നു. അങ്ങോട്ടേക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ക്രൗഡിൻ്റെ ഇടയിലൂടെ വരുന്നുണ്ട്. എന്നിട്ട് സെത്ത് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലേക്ക് ഒരു മത്സരത്തിന് വേണ്ടി ബ്ലഡ് ലൈനിലെ താരങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ചലഞ്ച് സോളോ സിക്കോവയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നീട് മെയിൻ ഇവൻറ്റിൽ സോളോ സിക്കോവയും സെത്തും തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മത്സരമായിരുന്നു. ബ്ലഡ് ലൈൻ റൂൾസ് എന്ന് ഒരു പേര് കൊടുത്തിട്ടുള്ള മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ജിമ്മി ഊസോ വന്ന് ഇടപെടുന്നുണ്ട്. അവിടെ ജെ ഊസോയുടെ ഒരു വരവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മത്സരം നോ കോൺടെസ്റ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് WWE വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് ജെ ഊസോയെ ആക്രമിച്ചുകൊണ്ട് റോക്ക് വരുന്നുണ്ട്. ആ റോക്കിനെ ആക്രമിക്കാൻ കോഡി റോഡ്സിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റെയിൻസ് വരുന്നുണ്ട്. പിന്നീട് ബ്ലഡ് ലൈൻ ആധിപത്യം നേടുന്നതാണ് ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. റോക്കും റോമൻ റെയിൻസും ഒക്കെ ചേർന്ന് ബ്രൂട്ടൽ ആയിക്കൊണ്ട് കോഡി റോഡ്സിനെയും സെത്തിനെയും അവസാന നിമിഷങ്ങളിൽ ആക്രമിക്കുന്നതോട് കൂടിയിട്ടാണ് റോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ റസൽമേനിയ 40ൻ്റെ ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് ഗംഭീരമായ ബ്ലഡ് ലൈൻ്റെ ഒരു സ്റ്റോറി ലൈൻ എൻഡിങ്ങിലൂടെയാണ് അവസാനിച്ചിട്ടുള്ളത്. റോ എപ്പിസോഡിലെ എൻഡിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ വളരെ ഡൊമിനൻ്റ് ആക്കി അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 100% പൂർണ്ണ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കോഡിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കോഡിയെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ അവർക്ക് വളരെ പൂർണ്ണമായി വിശ്വസിച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു റെസ്ലർ എന്ന ഒരു നിലയിലേക്കും വളർത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം കോഡി റോഡ്സിൻ്റെ ആ ഒരു എൻട്രൻസ് സമയത്ത് കാണികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, കോഡി വരാൻ വേണ്ടിയിട്ട് ആളുകൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത്, അതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ കോഡി റോഡ്സിനെ അവർ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ വളർത്തിക്കൊണ്ടു വന്നത് വിജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ റസൽമേനിയ 40ൻ്റെ എൻഡിങ് കോഡി റോഡ്സ് എന്തായാലും വിജയിക്കണം എന്നുള്ളൊരു നിലയിലേക്കാണ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ റോ എപ്പിസോഡിലും ഈ റോ എപ്പിസോഡിലും അടക്കം ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം ബ്ലഡ് ലൈൻ്റെ ഭാഗത്ത് നിന്ന് കോഡി റോഡ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ കോഡി റോഡ്സ് വരികയും റസൽമേനിയ 40ൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി വിജയിക്കുന്നതും തന്നെയായിരിക്കും നമുക്ക് റസൽമേനിയയിൽ കാണാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.